ഹലോ നമസ്കാരം, ഞാൻ ഷാബിൻ ജില്ലക്കാടൻ. ഹൈവേ 360 വ്ലോഗ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഓണമാണ് അല്ലെ? ഓണം എല്ലാം നമ്മൾ അടിച്ചു പൊളിക്കുന്നുണ്ട്. ഓണം പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്, തൽക്കാലം സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും അല്ല നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ ബിരിയാണി. എല്ലാവരും തന്നെ നിങ്ങളെല്ലാം നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഒരു വേറെ രീതിയിലുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ കുക്കിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ 250 മില്ലി ഓയിലിലേക്ക് 400 ഗ്രാം സ്ലൈസ് ചെയ്ത ഒണിയൻ, 3 പട്ട, 4 ഏലക്ക, 5 ഗ്രാമ്പു, 10 കുരുമുളക് കൂടെ ഇട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ സവാള ഏകദേശം ബ്രൗൺ ആയി തുടങ്ങുന്ന ആ ഒരു കണ്ടീഷൻ വരെ ഇത് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇതിലേക്ക് ഏകദേശം 200 ഗ്രാം ക്യാരറ്റ് വട്ടത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ ഫ്രഷ് ഗ്രീൻ പീസ് 100 ഗ്രാം, അതുപോലെ നമ്മുടെ ബീൻസ് അത് 200 ഗ്രാം ചെറുതായി അരിഞ്ഞോടെ ചേർത്ത് ഒന്ന് നന്നായി തന്നെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം 300 ഗ്രാം ചതുരത്തിൽ അരിഞ്ഞ ഉരുളക്കിഴങ്ങ്, ഏകദേശം 200 ഗ്രാം കോളിഫ്ലവർ മഞ്ഞപ്പൊടിയോടും ഉപ്പിൻ്റെയും കൂടെ ചൂടുവെള്ളത്തിലിട്ട് ക്ലീൻ ആക്കി എടുത്താണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഏകദേശം 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്, 1 പിടി പുതിനയില ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളകോട് ചേർത്ത് ഏകദേശം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂണോട് ചേർത്ത് അതിന്റെ പച്ചമണം എല്ലാം മാറുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിന്റെ മധ്യത്ത് തെളിഞ്ഞു നിൽക്കുന്ന എണ്ണയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയുടെ ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ വെജിറ്റബിളുമായിട്ട് ഈ മുളക് പൊടി നന്നായി മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ കുറച്ച് ഉപ്പൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം 200 മില്ലി തൈരാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് തൈരെല്ലാം നല്ല ഡ്രൈ ആവുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഏകദേശം 400 ഗ്രാം തക്കാളി നീളത്തിൽ അരിഞ്ഞോടെ ചേർത്ത് ഏകദേശം 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കുക്കിംഗ് മെത്തേഡ് ഒന്ന് ചേഞ്ച് ആവുകയാണ്. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 1 കിലോ ബിരിയാണി അരിക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. 1 ലിറ്റർ വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുത്ത് ഏകദേശം 15 മിനിറ്റ് ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് നമുക്ക് ബിരിയാണി അരി വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി മറ്റൊരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഉപ്പും നമ്മുടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് 1 കിലോടെ ചേർത്ത് ഏകദേശം 3/4 വേവിന് കുക്ക് ചെയ്തെടുക്കുക. ഈ സമയത്ത് വെജിറ്റബിൾ എല്ലാം തന്നെ ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3/4 വേവിച്ച് നമ്മുടെ ബസ്മതി റൈസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പുളി കുറവാണെങ്കിൽ ഏകദേശം 1 നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് നെയ്യൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം റൈസ് എല്ലാം തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ റൈസിനൊപ്പം വെള്ളം നിൽക്കുന്ന രീതിയിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ ഏകദേശം 15 മിനിറ്റ് ചെറിയ തീയിൽ ഇതിനെ ദം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയാക്കി പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ലുക്കുള്ള ഒരു സംഭവമാണ്. അടിപൊളിയല്ലേ? കാണാൻ നല്ല രസമല്ലേ? നമ്മുടെ പൊട്ടറ്റയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല കളർഫുൾ ഐറ്റമാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് ആണ് നമുക്കറിയുള്ളത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. കേട്ടോ, ആ പൊട്ടറ്റയും ക്യാരറ്റിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് കൊള്ളാം. എനിക്ക് വെജിറ്റബിൾ അത്രയ്ക്ക് വലിയ ഫാൻ അല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് എനിക്ക് വെറൈറ്റി ടേസ്റ്റ് ആണ്. പൊട്ടാറ്റോസ് ഒക്കെ നല്ല ക്രീമി ആണ്. പെട്ടെന്നൊക്കെ ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ കഴിക്കാൻ നല്ല രസമുണ്ടല്ലേ? സംഭവം എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ചോറ് കുക്ക് ചെയ്തിട്ട് മാറ്റാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുത്തു. അപ്പൊ ചോറ് കൂടുതൽ വെന്തിട്ടുണ്ടെന്നായിരിക്കും. അതിന്റെ ഒരു ചെറിയൊരു മിസ്മാച്ച് വന്നിട്ടുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാണ്. ഇത് നമുക്ക് തൈരിന്റെ കൂടെയും നമ്മുടെ തൈര് സലാഡിന്റെ കൂടെയും അതുപോലെ തന്നെ പപ്പടവും അച്ചാറും എല്ലാം കൂട്ടിയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ടേസ്റ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അതെല്ലാം ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് വീഡിയോ ലെങ്തി ആയിപ്പോ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ ടേസ്റ്റി ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. ഈ വെജിറ്റബിൾ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി വെക്കേണ്ട സ്പെഷ്യൽ ഐറ്റം അല്ലേ? ദേശീയ സംഭവമാണ്. ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഒക്കെ ഇടയ്ക്ക് ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് ട്രൈ നോക്കുക. എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ്സ് പറയൂ എങ്ങനെയുണ്ട് ഈ ഐറ്റം എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോ കാണാം. ഷാബിൻ ജില്ലക്കാടൻ.
signing off.